നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യമാണ് വായിച്ചത്. അമീന വായിച്ചാട്ടെ. 14-15 വായിച്ചാട്ടെ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം ആദ്യം 14-ാം വാക്യം വായിച്ചാട്ടെ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ചാണ് എന്ത് ചെയ്തത്, നമ്മൾ ചിന്തിച്ചത്. ഓക്കെ, ആ ഭാഗം കഴിഞ്ഞു. ഇനി അതിന്റെ 15-ാം വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരുമായിരിക്കും. അപ്പോൾ അടുത്ത കാര്യം പറയാണ്, ക്രിസ്തുവിന്റെ സമാധാനം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അല്ലേ? വാഴുക എന്ന് പറഞ്ഞാൽ എന്താണല്ലേ? ഈ വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അധികാരം നടത്തുക. അല്ലെ? ഇപ്പം കർത്താവ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1:26 വായിച്ചേ. 26-27 വാക്യങ്ങൾ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, ആ സമുദ്രത്തിലുള്ള ആകാശത്തിലുള്ള പർവ്വജാതികളുമേലും സർവഭൂമിയുടെ മേലും എല്ലാ ഇഴജാതികളുടെ മേലും കണ്ടോ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയതിനു വേണ്ടിയാണ്. ഈ ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനുണ്ടാക്കിയത്. ആമേൻ. ഹല്ലേലൂയ. അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്നാലും നമുക്കറിയാലേ, ഇപ്പൊ 6000 കിലോയുള്ള ആനേനെ 60 കിലോ ഉള്ള ഒരാളാണല്ലേ ഇങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി എന്നൊക്കെ പറയുമ്പോ എന്ത് ചെയ്യാണ്? അല്ലേ? ആന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൂല്ലേ? ഇത്രയും വലിയ ആനേനെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ എന്നാലും മുഴുവനായിട്ട് വാഴാനുള്ള അധികാരം എന്ത് ചെയ്തു? ദൈവം കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു? അത് മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷെ നമ്മൾ എന്താണ് 1000 ആണ്ട് വായിച്ചാൽ എന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? അവിടെ നമുക്ക് വാഴാനുള്ള അധികാരമുണ്ട്. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ പുതിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ വാഴേണ്ട കാര്യം? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അല്ലെ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? സമാധാനമില്ലായ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ? രാജ്യങ്ങൾ തമ്മിൽ സമാധാനമില്ല, ഗ്രാമങ്ങൾ തമ്മിൽ സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, വ്യക്തികൾക്ക് സമാധാനമില്ല. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത്. അല്ലെ? ഇന്ന് ആത്മഹത്യകൾ പെരുകുന്നു. അവയെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. ഈ സമാധാനം എവിടെയും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, യേശു പറയുന്ന കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 14:27. കണ്ടോ? യേശു ക്രിസ്തു പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. മതി. ആമേൻ. അപ്പൊ യേശു ക്രിസ്തു പറയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരിക. എന്താണ് യേശു ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത? യേശു ക്രിസ്തുവിനെ അടിച്ചപ്പോഴും, യേശു ക്രിസ്തുവിനെ നിന്ദിച്ചപ്പോഴും, യേശു ക്രിസ്തുവിന്റെ മുഖത്തെ കാർക്കിച്ചു തുപ്പിയപ്പോഴും, യേശുവിന്റെ താടി രോമങ്ങൾ റോമൻ നാണയത്തുട്ടുകൾ കൊണ്ട് പറിച്ചെടുത്തപ്പോഴും, യേശുവിന്റെ പുറം ഉഴുവുചാല് പോലെ കീറിയപ്പോഴും,
യേശുവിനെ കാൽവരിക്ക് ആമേ കുരിശിന്മേൽ ആമേ ആണികളാൽ തറച്ചപ്പോഴും യേശുവിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ല. അതാ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആമേൻ യേശു ക്രിസ്തുവിന്റെ സമാധാനമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ഉലകത്തിലെ ഒരു മഹാന്മാരും ഒരു നേതാക്കന്മാരും സമാധാനം തരാമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് സമാധാനമില്ല. ആമേൻ. ഒരു വ്യക്തിക്ക് സമാധാനം കൊടുക്കാൻ കഴിയത്തില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ സമാധാനം പലരും കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോവുകയാണ്. അത് ലോകം തരാത്ത സമാധാനമാണ്. എന്താണ് ലോകം തരുന്ന സമാധാനം? എന്താണ് യേശു ക്രിസ്തു നൽകുന്ന സമാധാനം? ലോകം തരുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനമല്ല, അത് നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, മൂന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഇരിക്കട്ടെ. അവനോട് പുറത്തു പോയി, മനസ്സ് പുറത്തു. അവൻ എന്താണ് യേശു ക്രിസ്തു നൽകുന്ന സമാധാനം? അത് നിലനിൽക്കുന്ന സമാധാനമാണ്. അവൻ ലോകം തരുന്ന സമാധാനം എന്താണ്? അത് നിലനിൽക്കാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ ഒരു സമാധാനമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ കുറച്ച് കുടിച്ചു ഭാഷ എന്ന് പറഞ്ഞത്. എന്നിട്ടോ കുടി കഴിച്ചു കഴിഞ്ഞപ്പം കാശും പോയി, സമാധാനം പോയി. ലഹരി ഇറങ്ങി കഴിഞ്ഞപ്പോ സമാധാനം മൊത്തം പോയി. ആമേൻ. നമുക്കറിയാലേ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കപ്പൽ ജോയി വയനാട്ടിലുള്ള 45,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുള്ള ഒരു മനുഷ്യനാണ് കപ്പൽ ജോയി. വലിയ പാലസ്ഥലത്ത് വീടായിരുന്നു. ആമേൻ. പക്ഷെ നമുക്കറിയാം, പുള്ളി ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. സമാധാനമില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ആത്മഹത്യ ചെയ്തു. നമ്മളെല്ലാവരും കണ്ടതാ. എത്ര എല്ലാം ഉണ്ടായിട്ട്, എത്ര കാറുകളാ അല്ലെ, എല്ലാം ഉണ്ടായിട്ട് സമാധാനമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. എത്ര വലിയ സമ്പന്നര ആത്മഹത്യ ചെയ്യുന്നേ, എത്ര വലിയ സിനിമാ നടന്മാരും നടിമാരുമാണ് ആത്മഹത്യ ചെയ്യുന്നത്. പണ്ടൊരിക്കൽ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു മാസിക, ഒരു 10-14 വർഷം മുമ്പ് ഒരു മാസിക ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് 25ഓളം സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഫോട്ടോ കൊടുത്തേക്കുക. എന്നിട്ട് അവസാനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്തവർ. പണമില്ലാഞ്ഞിട്ടാണോ? സൗന്ദര്യമില്ലാഞ്ഞിട്ടാണോ? ആരാധകരില്ലാഞ്ഞിട്ടാണോ? വലിയ ബംഗ്ലാവുകളില്ലാഞ്ഞിട്ടാണോ? വലിയ വാഹനങ്ങളില്ലാഞ്ഞിട്ടാണോ? ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒറ്റ കാര്യം അവർക്കില്ലായിരുന്നു, അവരുടെ ഹൃദയത്തിന്റെ അകത്തത്തിൽ സമാധാനമില്ലായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സിനിമാ നടി ആത്മഹത്യ ചെയ്തപ്പോൾ ഇങ്ങനൊരു കത്ത് എഴുതി വെച്ചു, ഞാൻ ആരുടെയും പ്രേരണയല്ല ആത്മഹത്യ ചെയ്യുന്നത്, എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ലോകത്തിന് സമാധാനം വേണമെങ്കിൽ, ഉലകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും സമാധാനം നിലനിൽക്കുന്ന ഒരു സമാധാനം വേണമെങ്കിൽ യേശുവിന്റെ അടുക്കിലേക്ക് വരണം. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം വരുന്നത് പോലെയല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു യെശയ്യാ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം എന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. കണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. കണ്ടോ, സമാധാനത്തിന്റെ പ്രഭുവാണ് യേശു. എന്തുകൊണ്ടാണ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ കർത്താവായി ഏറ്റുപറയുമ്പോൾ നമ്മുടെ അകത്തളത്തിൽ സമാധാനം വരുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? യേശു ക്രിസ്തു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് യഥാർത്ഥത്തിൽ സമാധാനമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പെന്തക്കോസ്തുകാര് മാത്രമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സമാധാനം നമ്മൾ തന്നെ കളയുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ യേശു അകത്തുള്ളവൻ, വിശ്വാസത്തോടുകൂടി യേശുവിനെ സ്വീകരിച്ചവൻ, യേശുവിനെ ആരാധിക്കുന്നവന് മഹാസമാധാനം അവന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലുണ്ടാകും. കാരണം യേശു ക്രിസ്തുകാരാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. യെശയ്യാ പ്രവചനം എടുത്താൽ, യെശയ്യാ പ്രവചനം അതിന്റെ 48-ാം അധ്യായം
അതിന്റെ 22-ാം വാക്യം വായിച്ചേ. ആർക്കാണ് സമാധാനമില്ലാത്തത്? യെശയ്യാപ്രവചനം 48:22. കണ്ടോ, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ആർക്കാണ് സമാധാനമില്ലാത്തത്? ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്നവർക്ക് സമാധാനമില്ല. അനീതി പ്രവർത്തിക്കുന്നവർക്ക് സമാധാനമില്ല. തെറ്റുകൾ ചെയ്യുന്നവർക്ക് സമാധാനമില്ല. പാപത്തിൽ അകപ്പെട്ടു പോയവർക്ക് സമാധാനമില്ല. സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? പാപമാണ്. ആമേൻ. ആ പാപത്തെ ക്ഷമിക്കപ്പെട്ടാൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ഏതോ നോട്ടത്തിലുള്ള അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവർ ഏതോടത്ത് പുറത്താക്കപ്പെട്ടു, അല്ലെ? ശാപം കിട്ടി. മനുഷ്യനും അതേപോലെ അവന്റെ ഭാര്യയായ ഹവ്വയ്ക്കും അതേപോലെ ഭൂമിക്കും എന്ത് ശാപം കിട്ടി. അവിടെ മുതൽ സമാധാനം നഷ്ടപ്പെട്ടു. ആമേൻ. ആദാമിന്റെ മകൻ കയീൻ എന്ത് ചെയ്തു? ഹാബേലിനെ അടിച്ചു കൊന്നു. ആമേൻ. അപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടതിന്റെ മെയിൻ കാരണം എവിടെയാ കിടക്കുന്നേ? പറഞ്ഞാട്ടെ, മനുഷ്യന്റെ അകത്ത് വസിക്കുന്ന പാപമാണ്. പാപം. ഇന്ന് പലരും സമാധാനം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ മൂലകാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല. മനുഷ്യന്റെ അകത്തത്തിൽ പാപം കിടക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ബൈബിൾ പറഞ്ഞതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആമേൻ. റോമാലേഖനം 3:23 പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ യഥാർത്ഥമായ സമാധാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? സമാധാനത്തിന്റെ പ്രഭുവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് വന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനെ നമ്മുടെ കർത്താവായി ഏറ്റുപറയുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തത്തിൽ സമാധാനം കൊണ്ട് നിറയും. കാരണം സമാധാനത്തിന്റെ പ്രഭുവായ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. ആമേൻ. യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആമേൻ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലത്തിൽ സമാധാനം ഉണ്ടാകുവാനിടയാകും. ആമേൻ. യഥാർത്ഥത്തിൽ ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്, ആഴമായ പാപബോധം വന്ന് സ്വീകരിക്കുന്നത് എന്റെ 20-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ എന്റെ യേശുവിനോട് എന്റെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ, ഒരു ഭയങ്കരമായ ഒരു സമാധാനം എന്റെ ഹൃദയത്തിൽ ലഭിച്ചു. ആമേൻ. ഇന്ന് 22 വർഷം കഴിഞ്ഞു. ആമേൻ. ഇപ്പോൾ എന്ത് ചെയ്യാൻ? ആ ഹൃദയത്തിന്റെ അകത്തത്തിൽ ലഭിച്ച സമാധാനം എന്ത് ചെയ്തിട്ടില്ല? നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്ദകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നിട്ടും ആമേൻ ഇപ്പോഴും സമാധാനത്തോടെ നിൽക്കുന്നത്. ആ ക്രിസ്തു അകത്ത് വന്ന സമാധാനമാണ്. ആമേൻ. നമ്മൾ യഥാർത്ഥമായി യേശു നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നിലനിൽക്കുന്ന സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു നിലനിൽക്കുന്ന സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ അകലുന്നത്. അതുകൊണ്ട് ഏത് പ്രശ്നത്തിനോ എത്ര കഷ്ടതയ്ക്കോ ഉപദ്രവത്തിനോ നമ്മെ തോൽപ്പിച്ചു തരുവാൻ കഴിയത്തില്ല. നമ്മെ നിരാശപ്പെടുത്തി തരുവാൻ കഴിയത്തില്ല. നമ്മെ നശിപ്പിച്ചു തരുവാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ അകത്തത്തിൽ യേശുവിന്റെ സമാധാനമാണ് വസിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഈ ശാഖിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ സമാധാനം ഹൃദയത്തിന്റെ അകത്തത്തിൽ വസിക്കാതിരിക്കുവാൻ ഈശാചെടുക്കുന്ന തന്ത്രങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആയനമാറട്ടെ. യേശുവിന്റെ സമാധാനം ഓരോ ഹൃദയങ്ങളിൽ വാഴട്ടെ. സകല ടെൻഷനുകളും മാറിപ്പോവട്ടെ, നിരാശകൾ മാറിപ്പോവട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയത്തിന്റെ അകത്തത്തിൽ വലിയ ദൈവസമാധാനം വ്യാപരിക്കട്ടെ. Oh, in the name of Jesus. Hallelujah. അപ്പൊ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് സമാധാനം ലഭിച്ചു. ഇനി ആ സമാധാനം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ എന്ത് ചെയ്യണം? ആഴണം എന്ന് പറഞ്ഞാൽ ആ യേശു ക്രിസ്തു എപ്പോഴും എന്ത് ചെയ്യണം? അവിടെ ഉണ്ടാകണം.
അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഒന്ന് വായിച്ച് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം എന്ന് വെച്ചാൽ 16-ാം വാക്യം. ആ ആ ആ ആ ആകണോ? ആ വാക്യം എത്രയാണ്? ആ എഫേസ്യ ലേഖനം 3:17. ക്രിസ്തു വിശ്വാസത്താൽ കണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ ശക്തമായൊരു പ്രാർത്ഥനയാണ് ഈ ഭാഗം. അപ്പോൾ അവിടെ പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. ഇത് ആരോടെ പറഞ്ഞേ? എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയ ഈ ലേഖനം. 1:1 വായിച്ചേ. 1:1. ആ ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക്. അപ്പൊ ഇത് ആർക്ക് വേണ്ടി എഴുതിയേ? പറഞ്ഞേ. വിശുദ്ധന്മാർക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ് ലേഖനം. എന്നിട്ട് അവരോട് പറയാണേ ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞാട്ടെ വസിക്കണമെന്ന്, അതിനുവേണ്ടി വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുകയെന്ന്. അതെനിക്ക് മനസ്സിലാകത്തെ. അപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നല്ലേ, പിന്നെ എന്തിനാണ് ഈ വസിക്കണമെന്ന്, വസിക്കാൻ വരം നൽകണമെന്ന് പ്രാർത്ഥിച്ചതിന് വേണ്ടിയാ? പറഞ്ഞാട്ടെ. ഇടക്കിടക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരിറങ്ങി പോകുന്നുണ്ട്? യേശു ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിലെ ചപ്പ് ചവറൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുക. യേശുവിന് അവിടെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോഴല്ലേ യേശുവിന് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഈ ഒന്ന് വായിച്ചേ, മത്തായി 5:9 വായിച്ചേ. മത്തായി 5:9. ആ കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ. കണ്ടോ? അപ്പൊ അസമാധാനമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? പിശാചിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പൊ പിശാചിന്റെ പുത്രനായിരിക്കുമ്പോൾ യേശു അകത്തിരിക്കൂ? യേശു അകത്തിരിക്കില്ല. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? അപ്പൊ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോ അവിടെ എന്തുണ്ടാവും? അവിടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ യേശു പതിയായിരുന്നു ഇറങ്ങും, അല്ലേ? അതുകൊണ്ട് യേശുവിനെ ദുഃഖിപ്പിക്കരുന്നുള്ള ഒരു പാട്ടൊക്കെ സൺഡേ സ്കൂളിൽ പാടാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എപ്പോഴും ദൈവികമായ കാര്യങ്ങൾ, സ്വർഗത്തിൽ പോലുള്ള കാര്യങ്ങൾ, ആത്മീകമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചിന്തിച്ചും ധ്യാനിച്ചും നടക്കേണ്ടത്. ലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാകും? ആരാണ് യോഗ 1 യോഹന്നാൻ 2:15 മുതൽ വായിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുമ്പോൾ അവനിൽ പിതാവിന്റെ സ്നേഹമില്ലെന്ന്. കേട്ടോ? പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ യേശുവിനോട് ഇരിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലോകത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോ ആമേൻ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നഷ്ടപ്പെട്ടു പോകുക. അവിടെ താഴെ പറഞ്ഞു ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതൊക്കെ എവിടെ നിന്നല്ല? പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. അപ്പൊ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപം എന്ത് ചെയ്യും? പറഞ്ഞാട്ടെ. ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇത്, അല്ലെ? നമുക്കറിയാം യേശു ക്രിസ്തു, അല്ലെ? യേശു കുഞ്ഞായിരിക്കുമ്പം യേശുവും അപ്പനും അമ്മയും കൂടി എവിടേക്ക് പോയി? പള്ളിയിൽ പോയെന്നാ. തിരിച്ചു വന്ന് ഒരു ദിവസം വഴി ദൂരം വന്നു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ആരും കൂടിയില്ല, യേശു കൂടിയില്ലെന്ന്. അവിടെ ഒറ്റ മോനുള്ളൂ. അപ്പൊ ആ മോൻ കൂടിയില്ലെന്ന് ഒരു ദിവസം വഴി ദൂരം. അപ്പൊ എന്നാ വർത്താനായിരിക്കും അവര്, അല്ലേ? ഞാൻ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 3 ദിവസത്തെ വഴി ദൂരം ചെന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്തേ കൊച്ചിനെ? അപ്പൊ ഏകദേശം അവരെന്ത് ചെയ്തു? യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളും, ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര ആവശ്യം യേശു ഇറങ്ങിപ്പോയിട്ടെന്ന് ആർക്കറിയാം? ആമേൻ. ദൈവികമായി ചിന്തിക്കുമ്പോഴാണ്, വചനപ്രകാരം ജീവിക്കുമ്പോഴാണ്
പ്രമാണപ്രകാരം ജീവിക്കുമ്പോൾ മാത്രമേ യേശു നമ്മുടെ അകത്ത് വസിക്കുകയുള്ളൂ. അത് പൗലോസിന് മനസ്സിലായത് കൊണ്ടാണ് എഫെസോസിലെ വിശ്വാസികളോട് പറയുന്നു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് ഒരു വരം നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, യേശുവേ അങ്ങ് സ്ഥിരമായ ഹൃദയത്തിന്റെ അകത്തിൽ വസിപ്പാൻ തക്കവണ്ണം ഒരു വിശ്വാസത്തിന്റെ വരം എന്റെ ഹൃദയത്തിന്റെ അകത്തിൽ നൽകി തരണമേ അപ്പാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. കാരണം ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുകയുള്ളൂ. ആമേൻ. അവന്റെ വരവെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീ. കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായിട്ടുള്ള ആ വീഡിയോ ഇട്ടതിൽ എന്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആമേൻ. കർത്താവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തി തരുന്നേ, നമ്മളൊന്നും വ്യാകുലപ്പെടണ്ട. കർത്താവ് പറയും, മുൻപ് അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ എന്ത് ചെയ്യും? കർത്താവ് നൽകി തരാന്ന് പറഞ്ഞു. പിന്നെന്താണ്? നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ എന്ത് ചെയ്യും? നിന്നെ പിന്തുടരും. നീ അതിന്റെ പുറകെ പോകണ്ട. നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്താലുണ്ടല്ലോ, ആമേൻ, നന്മ നമ്മളിരിക്കുന്നവർക്ക് ഒരു കെട്ടി ഇറക്കി തന്നെ ദൈവം തരും. അതിലൊരു തർക്കമില്ല. നീ ദൈവഭക്തനായിട്ട് ജീവിച്ചാൽ നിനക്ക് ദൈവം തരാൻ ആഗ്രഹിച്ചത് ഒരു പിശാചും കൊണ്ടുപോയില്ല. അതൊക്കെ വെറുതെ ചുമ്മാ ഒരു പഠിപ്പീര. പിശാച് കെട്ടിവെച്ചിരിക്കുന്നു, അപ്പൊ ദൈവത്തിന് എന്താ ശക്തിയില്ലേ? ദൈവത്തിനേക്കാൾ ശക്തിയുള്ളതാണോ പിശാച്? പിശാച് കെട്ടിയതിന് ദൈവത്തിന് അയക്കാൻ പറ്റില്ലെങ്കിൽ. പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ പിശാച് കെട്ടും, അത് വേറെ കാര്യം. പക്ഷെ യഹോവഭക്തനായിട്ട് ജീവിച്ചാൽ ഒരു പിശാച് നമ്മളെ കെട്ടാൻ കഴിയത്തില്ല. അതാണ് ഈ പിശാച് പറഞ്ഞ് ഇയ്യോബിന് ചുറ്റും നീ വേലി കെട്ടി സൂക്ഷിച്ചേക്കുക. കാരണം എന്താണ്? ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനുമായ മനുഷ്യനായിരുന്നു. ആമേൻ. അതുകൊണ്ട് ഇയ്യോബിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അവന്റെ വേലി പൊളിക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവവചന പ്രകാരം ഉപദേശപ്രകാരം പ്രാർത്ഥിച്ചും ഉപവസിച്ചും ധ്യാനിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ, ദൈവവചനം അനുസരിച്ച് കൃത്യതയോടുകൂടി ദൈവത്തെ സേവിച്ചും മാനിച്ചും നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പിശാചിനും നമ്മുടെ നന്മയെ മുടക്കുവാൻ കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കണം. ആമേൻ. നമ്മൾ ദൈവകൃപയിൽ നിന്നാലുണ്ടല്ലോ, നമ്മുടെ നന്മ എന്ത് ചെയ്യില്ല? ഒരു പിശാചും കൊണ്ടുപോകത്തില്ല. ഇത് പ്രവാചകന്മാർ എന്ത് ചെയ്യാണ്? അങ്ങനെ പറഞ്ഞു വെച്ചേക്ക്. കാരണം അവരുടെ കച്ചവടം നടക്കണമല്ലോ. പിശാച് കെട്ടിവെച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ബിസിനസ് നടക്കുള്ളൂ. കാരണം ഈ കൃപാവരമാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ വിലയൊന്നും കൊടുക്കണ്ട. ദൈവത്തിന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തിരിച്ചു വരും. പക്ഷെ വചനം പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? വചനം എടുത്ത് വായിച്ചും ധ്യാനിച്ചും ഇച്ചിരി പണിയുണ്ട്. ഞാൻ പറയുന്നത് കേട്ടോ, ഇച്ചിരി എന്തുകൊണ്ട് പണിയുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തേ പറയട്ടെ? അതുകൊണ്ടാണ് അവര് എളുപ്പപ്പണിക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? അതിനൊന്നും പ്രസംഗിക്കാതെ ഇങ്ങനെയുള്ള കെട്ടാണ്, ബന്ധനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? കാശുണ്ടാക്കി അവര് വീട്ടിൽ പോവുക. ആമേൻ. നമ്മൾ കഴിക്കണ ഇപ്പൊ തന്നെയാ. ഇന്നാളെ ഒരു പ്രവാചകൻ വന്നു, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. നമ്മുടെ മുന്നേയുള്ള കുറെ ആൾക്കാരെ ഉണ്ടായിരുന്നപ്പോ. അപ്പൊ അവരിങ്ങനെ മാറി മാറി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു. ഒരു പ്രവാചകൻ തന്നെ വിളിച്ചു, ഇന്ന് കെട്ടഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ പോവും. അടുത്ത മാസം വരുമ്പോൾ വീണ്ടും ഇതേ കെട്ട്. അന്ന് പോയിന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇത് തന്നെ പരിപാടി. വരുന്നു കഴിക്കുന്നു. പുള്ളി കാശുണ്ടാക്കി പോയി. പിശാചുകളൊക്കെ ദരിദ്രരായി, പുള്ളി സമ്പന്നമായി. നമ്മൾ ഈ യഥാർത്ഥമായിട്ട് ദൈവവചനം അകത്ത് കയറിയിട്ട് ഒരു വിടുതൽ നടന്നാണല്ലോ, അത് നിലനിൽക്കുന്ന വിടുതലാണ്. അതാ പറഞ്ഞ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഒരു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിവതകളെയും വേർപിടിവിക്കുമ്പോൾ തുറച്ചെന്നാണ് ദൈവത്തിന്റെ വചനം. ഞാൻ എന്റെ വചനമയച്ചാൽ അവരെ സൗഖ്യമാക്കിയെന്ന ദൈവത്തിന്റെ വചനത്തിലേക്കിരിക്കുകയാണ്. ഞാൻ എന്റെ വചനമയച്ചാൽ അതിന്റെ പ്രവൃത്തി അത് മടങ്ങിയെടുത്തതെന്ന ദൈവത്തിന്റെ വചനമാണ്. വചനപ്രകാരം ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിടുതലിനെ തടയുവാൻ ഒരു പിശാചിന് കഴിയത്തില്ല. അത് നിലനിൽക്കുന്ന വിടുതലായിരിക്കും. Name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തിയെ തടഞ്ഞു വരാവുന്ന ഈ സാധ്യത പ്രവർത്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആയുധമാണ്.
ദൈവത്തിന്റെ വചനത്തിന്റെ സാക്ഷി പകൽക്കാലം വെളിപ്പെട്ടവരുടെ അത്യന്തമായ ദൈവവേദ ഈ പകൽക്കാലം വെളിപ്പെട്ടവരുടെ വചനത്തിന്റെ സാക്ഷി പകലുള്ള വിടുതൽ ഈ പകലെ വ്യാപാരിക്കട്ടെ. ദൈവം ചൈതന്യം വരുത്തുന്ന ദൈവത്തിന്റെ വചനം ഒരു വായനേക്കാളും പൂർത്തിയേറിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോന്ന വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ശുദ്ധീകരിക്കുന്ന തീയാകുന്ന ദൈവത്തിന്റെ വചനം ഏത് കഠിനതയും ഉടച്ചു മാറ്റുവാൻ കഴിവുള്ള അവയെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. In the name of Jesus. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ പൊട്ടാത്ത കെട്ടുകളില്ല. ആമേൻ. അത്ര ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യവചകളെയും വേർപെടുവിക്കും വരെ തുളച്ചിരുന്ന നമ്മൾ ഓരോ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്താലുണ്ടല്ലോ ഭയങ്കര വിടുതൽ നടക്കും. ആമേൻ. ഞാൻ ഈ ലോകത്തിന്റെ കെട്ടില് ഇമ്മകളിൽ നടന്ന് ആമേൻ പാപജീവിതമൊക്കെ നയിച്ചു ചേർന്ന് ആമേൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അധികം താമസിക്കാതെ ഞാൻ പിന്നെ ബൈബിൾ കോളേജിലേക്ക് പോയി. ആമേൻ. അവിടെ ചെന്ന് വചനം പഠിച്ച് ആമേൻ ഈ വചനങ്ങളൊക്കെ ഏറ്റെടുത്ത് ആമേൻ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്റെ കെട്ടുകളൊക്കെ സ്വതവേ അഴിച്ചു. ദൈവം അഴിച്ചതാ. അല്ലാതെ ഒരു പ്രവാചകനും തലേ കൈവച്ച് മറിഞ്ഞുരുണ്ടും വീണിട്ടൊന്നും അല്ല വിടുതൽ ഭാവിച്ചത്. ഞാൻ പറഞ്ഞറിയാമോ, നമ്മൾ ഒരു വിശ്വാസത്തോടു കൂടി ഈ വചനത്തെ ഏറ്റെടുക്കണം. ഞാൻ പല കാര്യം തോന്നുന്നു അവൻ നമ്മളത് ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഇവർ തല കഴിക്കുമ്പോൾ നമ്മൾ നിന്നെ ഈ വീടിനൊക്കെ. പക്ഷെ നമ്മൾ ഈ വചനം ഏറ്റെടുത്താലുണ്ടല്ലോ ആമേൻ ദൈവം അത് ഓരോ അതാണ് ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞാൻ പല കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ കേട്ട വചനം നിമിത്തം യോഹന്നാൻ 15:3 അങ്ങനെ പറയുന്നു. ഇപ്പോൾ കേട്ട വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പൊ നമ്മുടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അതാണ് ഞാൻ എന്റെ വചനം വെച്ചത് സൗഖ്യമാക്കി. കണ്ടോ, എന്റെ വചനം വായിച്ചാൽ അത് വെറുതെ എന്റെ അടുത്തേക്ക് മടങ്ങില്ല, അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ അത് മടങ്ങൂ. അങ്ങനെയെങ്കിൽ ഓരോ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിയേ, അപ്പോൾ തന്നെ വിടുതൽ നടക്കുകയാണ്. ആ പാപ സ്വഭാവങ്ങളെ ദൈവത്തിന്റെ വചനമാകുന്ന വാള് മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. നീ ഏറ്റെടുത്ത അനുതാപത്തോടുകൂടെ കർത്താവേ ഞാൻ മടങ്ങി വരികയാണ്, എന്നെ സഹായിക്കണമേ അപ്പ, എന്റെ കെട്ടുകളെ ബന്ധനങ്ങളെ ഒന്ന് അറുത്തു മാറ്റുമാറാകണമേ. സ്വതന്ത്രമായി ദൈവത്തെ ആരാധിപ്പാൻ കെട്ടുകൾ മാറപ്പെട്ടവരായി, കെട്ടുകൾ ഉടയപ്പെട്ടവരായി, കെട്ടുകൾ പൊട്ടപ്പെട്ടവരായി സ്വതന്ത്രമായി ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ ഒന്ന് വിടുവിക്കണേ. നിന്റെ വചനത്തെ അയച്ച് എന്നെ സൗഖ്യമാക്കണമെന്ന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി ഈ പോകുന്നത് വെളിപ്പെടുകയല്ലേ ചെയ്യേ. അവയെ ആരാധിച്ച് അവയെ ബന്ധനങ്ങളെ അരിക്കുന്ന ദൈവസ്ഥാനത്തേക്ക് വെളിപ്പെടുന്നുണ്ട്. ഏത് കരുതലുകളെയും ഉറച്ചു മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി അവ ഈ പുറക്കാലത്തെ വെളിപ്പെട്ടു ഏറ്റെടുക്കുന്നവരിൽ വലിയ ദൈവശക്തിയാ വരികയാണ്. ഏറ്റെടുക്കുന്നതിൽ വിടുതലയാ വരികയാണ്. അവയെ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവ ചൈതന്യം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമല്ല, ദൂരസ്ഥനായ ദൈവം കൂടെയാണ്. ആമേൻ. നമ്മൾ ഇവിടെ നിന്ന് ഈ വചനം പറയുമ്പോ ഇപ്പൊ ഓൺലൈനിലൂടെ അല്ലെങ്കിൽ എന്താണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലൂടെ ഏത് സമയത്ത് കാണുന്നുവോ അവർ ഈ വചനത്തെ ആ സമയത്ത് ഏറ്റെടുത്താൽ, അവർ ഏത് രാജ്യത്താണെങ്കിലും അവർ വചനത്തെ ഏറ്റെടുത്താൽ വിടുതൽ അവിടെ വ്യാപരിക്കും. കാരണം ദൈവത്തിന്റെ വചനം അത്ര ശക്തിയുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിന് എന്തില്ല? ബന്ധനങ്ങളില്ല. ബന്ധനങ്ങളെ അറുത്തു മാറ്റുന്ന ആത്മാവിന്റെ വാളാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ദൈവം ഇവിടെ ഇറങ്ങി വരും.
അവൻ നമ്മൾ കരഞ്ഞപേക്ഷിക്കുമ്പോൾ എന്റെ സകല ബന്ധനങ്ങളെ അഴിക്കണം കർത്താവേ. എനിക്ക് സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കണം, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം, വേർപാടുകളുടെ ദൈവത്തെ ആരാധിക്കണം, അവൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം. ഉദാസീനതയുടെ യഹോവയുടെ പ്രവൃത്തി അവൻ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് വചനത്തിലേക്ക്. അങ്ങനെയെങ്കിൽ നമ്മുടെ മടി മാറിയിട്ട് ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, വാതുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, അതേപോലെ സ്വത്രയാകും ഇടവിടാതെ അർപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. എല്ലാറ്റിനും സ്വത്രം ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനമാണ്. അവൻ ശക്തിയോടുകൂടെ, ബലത്തോടുകൂടെ, ജ്ഞാനത്തോടുകൂടെ, അവൻ ബലത്തോടുകൂടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് വഴിയോടി വിടുന്നത് ഈ പട്ടണ യെശയ്യാപ്രവചനം 55:8 ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 55:8 മുതൽ. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആണോ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അടുത്ത വായിച്ചോ. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും വിതപ്പാൻ വിത്തും എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആയിരിക്കും. ശ്രദ്ധിക്കണം, കർത്താവ് പറയാനേ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ, എന്റെ വിചാരങ്ങളുമല്ല നിങ്ങളുടെ വിചാരങ്ങൾ. അപ്പം കർത്താവിന്റെ വിചാരവും കർത്താവിന്റെ വഴിയും നമ്മുടെ വഴിയും നമ്മുടെ വിചാരവും നമ്മൾ എന്തോരം വ്യത്യാസം പറയാമോ? പറഞ്ഞാട്ടെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഈ ഭൂമിയും ആകാശവും എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ടോ അത്ര വ്യത്യാസമുണ്ട് നമ്മുടെ വിചാരവും ദൈവത്തിന്റെ വിചാരവും. നമ്മൾ ഈ കൊച്ചു ബുദ്ധി വെച്ചുകൊണ്ട് ചിന്തിക്കുന്നത്, നാളെയെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല, എന്നിട്ട് നമ്മൾ മനസ്സിൽ എന്താ ഓരോ പ്ലാനുകൾ നടത്തുക. പക്ഷെ കർത്താവ് എന്താ പറയുമോ, നാളെ നമുക്ക് എന്ത് സംഭവിക്കും, നാളെ നമ്മൾ എവിടെ എത്തിച്ചേരണം, നാളെ നമ്മൾ എവിടെ ഭക്ഷണം കഴിക്കും, അവൻ നാളെ എന്ത് കഴിക്കും, ഇതൊക്കെ കർത്താവിന് അറിയാം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിചാരങ്ങളെ എവിടെ വെച്ചു കൊടുക്കണം? ദൈവത്തിന്റെ വിചാരത്തിലേക്ക് വെച്ചു കൊടുക്കണം. നമ്മുടെ വഴികളെ എവിടെ വെച്ചു കൊടുക്കണം? ദൈവത്തിന്റെ വഴികളിലേക്ക് വെച്ചു കൊടുക്കണം. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞതാ. ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കടയിൽ ചെന്നപ്പോ ആ കടക്കാരൻ പറഞ്ഞു, മോനെ നിനക്ക് എത്ര മിഠായി വേണം, നിന്റെ ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്ര മിഠായി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ കൊച്ചു ബുദ്ധിമാനാ. കൊച്ചു പറഞ്ഞേ, അങ്ങളെ ഞാൻ എടുക്കുന്നില്ല, അങ്കിൾ എനിക്ക് എടുത്തു. കൊച്ചിനറിയാം, കൊച്ചു മിഠായി എടുത്താൽ ലഭിക്കുന്ന 4-5 കിട്ടുകയുള്ളൂ. പക്ഷെ അങ്കിൾ എടുത്താൽ ലഭിക്കുന്ന 10-15 മിഠായി തീരും കിട്ടും. ഇതേപോലെയാണ് നമ്മുടെ വിചാരങ്ങളൊക്കെ ഇച്ചിരി ഉള്ളൂ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചിന്തിച്ചാലുണ്ടല്ലോ, അതായത് ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ കഴിയാത്തതിലും അപ്പുറത്തായിട്ട്. ഞാൻ പറയാൻ മനസ്സിലുണ്ടോ? ഈ ലോകത്തിലുള്ള വ്യക്തികൾക്ക് നമ്മളെ സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മുടെ അപ്പനോ നമ്മുടെ അമ്മയ്ക്കോ ഭർത്താവിനോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ നമ്മളെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ നമ്മുടെ തമ്പുരാനാണ് നമുക്ക് വേണ്ടി വഴി തുറന്നാൽ. കർത്താവ് ഒന്ന്, ഞാനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ തമ്പുരാൻ നമുക്കൊരു വഴി തുറന്നാൽ നമ്മൾ ചിന്തിക്കാത്തൊരു വഴിയാണ്. അവൻ ഞാൻ നല്ലൊരു സാക്ഷി കൂടെ പറഞ്ഞില്ലേ,
ഞങ്ങളിത് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനില്ലാതെ ഞങ്ങൾക്കൊരു 40,000-40,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. 40,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അല്ലറ ചില്ലറ കുറെ ആവശ്യമുണ്ട്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും കൂടെ എന്ത് ചെയ്തു, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. നമ്മൾ താമസിക്കുന്ന മേളിലെ വീട്ടിൽ, മറ്റേ വീട്ടിലായിരുന്നു, ആദ്യത്തെ വീട്ടിലായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഫുഡൊക്കെ പിള്ളേർക്കുള്ള മന്തി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവർ വന്നേ. അത് കഴിഞ്ഞിട്ട് ഹന്നയോട് പറഞ്ഞു ആ അക്കൗണ്ട് നമ്പർ ഒന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ ആ അക്കൗണ്ട് നമ്പർ കൊടുത്തു. അപ്പൊ തന്നെ അവര് 1,00,000 രൂപ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പറയുമ്പോ കരച്ചിൽ വരും. ആമേൻ. അപ്പൊ ഹന്ന ചോദിച്ചു, ചേച്ചിക്ക് തെറ്റിയതാണോ? ഒരു 0 ചേച്ചിക്ക് മാറിപ്പോയതാണോ? കാരണം എത്ര ഒരുമിച്ച് അവൾക്ക് ഇതുവരെ എത്ര കാശ് കിട്ടിയിട്ടില്ല. ഇല്ല മോളെ, മാറിപ്പോയതൊന്നല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താ. ആമേൻ. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ചിന്തിക്കുന്ന വഴിയല്ല ദൈവത്തിന്റെ വഴികൾ. ഞാനിത് ഓരോ ദിവസം അനുഭവിച്ചറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ വഴികളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കാമോ? ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവം അവരാർക്കും കടക്കാരനല്ലെന്ന് കർത്താവിന്റെ നാമത്തോട് ചെയ്തതെന്ന് മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല, ഇരട്ടിയായി പ്രതിഫലം തരുന്ന ദൈവമാണെന്ന്. കാരണം നാം അവന്റെ മക്കളാണ്. അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അവന്റെ മക്കളാണ്. നാം അവന്റെ മക്കളാണെങ്കിൽ നമ്മുടെ അപ്പനാണ് സ്വർഗത്തിലെ ദൈവം. ആ അപ്പനറിയാൻ നമുക്ക് എന്ത് വേണമെന്ന് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും ഭാരങ്ങളും അറിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ സർവശക്തനായ ദൈവം. അതുകൊണ്ട് രാവിലെ ഏറ്റവും എപ്പോഴും പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ അറിയിക്കണം. അല്ല, എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5 മുതൽ വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ന്റെ ഒന്ന് നമുക്ക് എന്ത് വേണം? സൗമ്യത വേണം. അത് സകല മനുഷ്യരും അറിയണം. എന്നിട്ട് കർത്താവ് വരുവാൻ അടച്ചിരിക്കുന്നു. കണ്ട, ഒന്നിനെ കുറിച്ചും വിചാരം വരാം, പക്ഷെ വിചാരത്തിൽ പെട്ടുപോകരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടി വരുത്തത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിൽ കാക്കും. ആമേൻ. അപ്പൊ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നിട്ടും ഇപ്പോഴും പലപ്പോഴും സമാധാനം നിലനിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ അറിയിക്കണം. അല്ലാതെ ഈ ഭൗതികമായ കാര്യത്തിന് വേണ്ടി കുത്തിരുന്ന് ഉപസിക്കുന്നുണ്ട്, അങ്ങനെ ഒരു വചനം ഞാൻ കണ്ടിട്ടില്ല ബൈബിളിൽ. നമ്മുടെ ഭൗതികമായ കാര്യത്തിന് വേണ്ടി ഉപവസിക്കണമെന്ന് പറഞ്ഞ ഒരു വാക്യം ബൈബിളിൽ ഇല്ല. ആ കൂടി ഒരു കാര്യത്തിനാ പറഞ്ഞേ, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. മത്തായി 17:21. അവിടുത്തെ കാര്യം എന്താണ്? അവിശ്വാസം എന്ന ജാതി നീങ്ങിപ്പോവാനാ. കാരണം യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ആ മകന്റെ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ യേശു പറഞ്ഞു, ആ കൊച്ചിനെ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തു ആ കൊച്ചിന്റെ ഭൂതത്തെ പുറത്താക്കിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ നിങ്ങൾ എത്രത്തോളം സഹിക്കും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അവിശ്വാസം കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതിരുന്നത്. അതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു എന്ത് പറഞ്ഞേ? നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഏത് ജാതി? അവിശ്വാസം എന്ന ജാതി. അപ്പൊ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ഒറ്റ വിഷയം ഏതാണ് വിഷയം? പറഞ്ഞാട്ടെ, നമ്മുടെ അവിശ്വാസം മാറണം, അല്ലേ? ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ലേ നമ്മൾ നിരാശയോടിരിക്കുന്നേ? നമ്മുടെ അപ്പനെ സഹായിപ്പാൻ കഴിയില്ല എന്ന് വിചാരിക്കില്ലേ? തോന്നുമ്പോഴല്ലേ നമ്മൾ നിരാശപ്പെടുന്നേ? അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ മഹാധനികമായ മനുഷ്യനായിരിക്കും, കോടികളുടെ ഉടമയുള്ള മനുഷ്യനാണ്.
അപ്പൊ നമുക്ക് പറയുകയാണ് നമുക്കൊരു 30,000 രൂപയുടെ ലാപ്ടോപ്പ് വേണം അപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മേടിക്കാൻ നമ്മൾ ടെൻഷൻ അടിക്കുമോ? ഇല്ല. കോടി ക്ലാസ്സുകൾ അപ്പന് ഇപ്പൊ ഒരു 30,000 രൂപയുടെ ലാപ്ടോപ്പാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ടെൻഷന്റെ കാര്യമില്ല. അപ്പൊ നമ്മുടെ അപ്പന് സ്വത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാത്ത കാര്യം എന്താ? ഈ അപ്പൻ നമുക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യും, ചെയ്തു തരും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഇതേപോലെ നമ്മുടെ അപ്പൻ ഇതിനേക്കാളേറെ ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. ആ അപ്പന് നമ്മളൊരു വിഷയമാണോ? ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളൊക്കെ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടി വരും. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതിലൊരു തർക്കമില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അതിലൊരു തർക്കമില്ല. അമ്മേ, നമ്മൾ ടെൻഷൻ അടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക, ആരാധിക്കുക. നമ്മുടെ പാപസ്വഭാവങ്ങൾ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഉപവസിക്കുക. ആമേ, നമ്മുടെ അവിശ്വാസം മാറാൻ വേണ്ടി ഉപവസിക്കുക. ആമേ, നമ്മൾ എന്ത് ചെയ്യുക? കർത്താവിനെ സേവിച്ചും മാനിച്ചും കർത്താവിന്റെ സുവിശേഷം അറിയിച്ചും ആമേ, കർത്താവിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക? നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആമേ, എൻ്റെ ഒരു അമ്മ മാതൃകയാണ്, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ മാനിക്കപ്പെടുന്നതിന്റെ കാര്യം അതാ. ആമേൻ. കാരണം പറയാമോ, അമ്മ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നവളാ. ആമേൻ. അതുകൊണ്ട് ഇന്ന് 3 തലമുറകളും ആമേ പാസ്റ്റർമാരായി നിൽക്കാൻ കാരണം, അമ്മയുടെ 3 തലമുറകൾ കർത്താവിന് വേണ്ടി ആമേ കർത്താവിന്റെ വേലക്കാരായി നിൽക്കേണ്ട കാരണം എന്ന് പറയാമോ, എന്റെ അമ്മ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടണം. എന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കണം. അത് വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം, അല്ലേ? നാളെ കൊച്ചിന് പാൽപ്പൊടിയില്ല, അല്ലെങ്കിൽ പാലില്ല, കർത്താവെ കുഞ്ഞിന് പാല് തന്നെ സ്തോത്രം, അത്ര പറഞ്ഞാൽ മതി. അല്ലാണ്ട് അതിനു വേണ്ടി കരുന്ന് കാറി പോയി ഒന്നും വേണ്ട. ആമേ. കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇനി സ്കൂളിൽ പോവുകയാണ്, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. കർത്താവെ, ബുക്ക് കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം, ഫീസ് എടുക്കാതെ കാശ് ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. ഇങ്ങനെ ഓരോ വിഷയം പറഞ്ഞെന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമല്ല, ആവശ്യങ്ങൾ അപ്പൊ ഇഷ്ടംപോലെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ഭൗതികമായ കാര്യത്തിന് നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. അത് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം ഓരോ ആവശ്യത്തിന്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കർത്താവ് വാടക തന്നതിനായ സ്തോത്രം, ചർച്ച് വാടക തന്നതിനായ സ്തോത്രം, അതേപോലെ ഹൗസ് റെന്റ് തന്നതിനായ സ്തോത്രം, സ്കൂൾ ഫീസ് തന്നതിനായ സ്തോത്രം, ബസ് ഫീ തന്നതിനായ സ്തോത്രം, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശ് തന്നതിനായ സ്തോത്രം, അല്ലെ? പിന്നെ അന്നന്ന് ആഹാരം അന്നന്ന് നൽകി തരണേന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാർത്ഥിക്കണം. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്തുണ്ട്? ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? നൽകി തരണം. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്ന വചനങ്ങളാ. ഇതൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, അല്ലേ? മറന്നു പോകാറുണ്ടല്ലേ? അപ്പൊ ഇന്നോട്ട് എന്ത് ചെയ്യണം? ഇതൊക്കെ പ്രാർത്ഥിക്കണം. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യാതിരുന്ന പിന്നെ കർത്താവ് ചെയ്യൂ? ഇല്ല. കർത്താവിന്റെ വചനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അനുഗ്രഹമുള്ളതുകൊണ്ട് നന്മയുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറയുന്നത്, അല്ലേ? ഇപ്പൊ നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സാധാരണ എനിക്ക് പഠിക്കുകയും വേണം, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഓഫ്ലൈൻ ക്ലാസ് നടക്കുകയാണ്, നമ്മൾ പറയാണ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ എക്സാം എഴുതണം. ആമേൻ. അല്ലെങ്കിൽ ഞാൻ പറയല്ലേ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പം ഇപ്പൊ വെള്ളം വെള്ളം കുടിക്കാൻ വേണം. പക്ഷെ വെള്ളം എവിടെയാ കിടക്കണേ? കിണറ്റിലാണ് കിടക്കണേ. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ് കരക്കിരുന്നിട്ട് വേണം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിൽ വെള്ളം കോരി എടുക്കണം, അല്ലെങ്കിൽ മോട്ടർ അടിച്ചെടുക്കണം, എന്നാലും അത് മേലേക്ക് വരുള്ളൂ. ഇതേപോലെ ഈ വെള്ളം കോരുന്നത് പോലെയാണ് ഇപ്പൊ പറഞ്ഞെന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ അറിയിക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. ഞാൻ പറയുന്നുണ്ടോ? അപ്പൊ അത് പറയുമ്പോൾ വെള്ളം തന്നെ ഇല്ലേ? കോരിക്കഴിഞ്ഞാൽ വെള്ളം തന്നെ എത്തും. കയറ് വലിച്ച് ചെയ്യുമ്പോൾ വെള്ളം തന്നെ മുകളിലേക്ക് വരും. ഇതേപോലെയാണ് സ്തോത്രത്തോടുകൂടി അറിയിക്കാൻ പറഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ തക്ക സമയത്ത് അതിന്റെ സമയമാവുന്നവരെ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിൽ കർത്താവ് നിർത്തും. ഞാൻ പറയാറുണ്ടോ? അപ്പോൾ അതുവരെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ അത് വരുന്നവരെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലേക്ക് വരികയും ചെയ്യും. ഇതാണ് അതിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേട്ടോ, വിളിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മക്കളെല്ലാവരും സ്തോത്രം ചെയ്യണം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? എന്ത് ചെയ്യണം? പേന വേണമെങ്കിലും, പെൻസിൽ വേണമെങ്കിലും, ബുക്സ് വേണമെങ്കിലും, ബാഗ് വേണമെങ്കിലും, യൂണിഫോം വേണമെങ്കിലും, സ്കൂൾ ഫീസ് വേണമെങ്കിലും, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് അതിനെന്ത് ചെയ്യണം? നിങ്ങൾ സ്തോത്രം പറഞ്ഞ സ്തോത്രത്തോടുകൂടി ദൈവസ്ഥനിൽ അറിയിക്കണം. ആമേൻ. അങ്ങനെ അറിയിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്താൽ കർത്താവ് ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്യും, അല്ലേ? 1 തെസ്സലോനിക്കർ ലേഖനം 5:16 എന്ന് പറയുന്നത് 16 പറഞ്ഞ എല്ലാറ്റിലും
സ്തോത്രം ചെയ്യണം. അപ്പൊ എല്ലാറ്റിനും സ്തോത്രം ചെയ്തില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. പിന്നെന്ത് പറയുന്നു? എബ്രായ ലേഖനം 13:15 എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ഇത് വായം പൂട്ടിയിരിക്കും, സ്തോത്രം പറയില്ല. എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ സ്തോത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ നാട്ടുകാരിട്ട പേരാണ് സ്തോത്രക്കാരി എന്നാണ് ഇട്ടിരുന്നത്. എന്റെ അമ്മേനെ നാട്ടുകാർ വിളിച്ച പേരെന്താണ്? സ്തോത്രക്കാരി. ആമേൻ. ഞാൻ പറയുന്നുണ്ടോ? നമ്മൾ എപ്പോഴും സ്തോത്രം പറയണം. കാരണം എന്താണ്? അധരഫലമല്ലേ. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വാക്യം വെച്ച് എബ്രായ ലേഖനം 13:15 നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്മ വരണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണത്. വായം പൂട്ടിയിരുന്നാൽ നന്മ കിട്ടില്ല. എബ്രായ ലേഖനം 13:15 പെട്ടെന്ന് വായിച്ചാൽ, അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. ഇത് നമ്മളോട് കർത്താവ് പറഞ്ഞ കൽപ്പനയാണെന്ന്, ആലോചനയാണെന്ന്. ആമേൻ. അപ്പൊ സ്തോത്രം പറയണ്ട മക്കളെ, പറയണം. ഇത് തന്നെയാണ് നമ്മുടെ നന്മയ്ക്ക് തടസ്സമായിട്ട് വെക്കുന്നത്. കാരണം ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, നമ്മൾ പറയില്ല. നമ്മുടെ ധാരണ ഒരാഴ്ചയിൽ ഒരിക്കൽ വന്നിരുന്നിട്ട് ഒരു പ്രാർത്ഥനയും പാടി ആരാധിച്ചും പോയിട്ട് മാത്രം മതിയെന്ന. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണത്. വീട്ടിലിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കിച്ചണില് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ അധരഫലം എന്ന സ്തോത്രയാഗം എന്ത് ചെയ്യണം? ഇടവിടാതെ അർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയേ. ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ഒരു നന്മയ്ക്കും മുടക്കം വരില്ല. അതിലൊരു തർക്കവുമില്ല. ഇത് പിശാചിനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പിശാചി നമ്മുടെ വായം സിപ്പിട്ട് വെച്ചേക്കുക, കൂട്ടി വെച്ചേക്കുക. കാരണം ഇവിടെ തീരരുത്, അനുഗ്രഹിക്കപ്പെടരുത്, ഇവൻ അനുഗ്രഹിക്കപ്പെടരുത്, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടരുത് എന്ന് പിശാച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സ്തോത്രം പറയാൻ സമ്മതിക്കുന്നില്ല. വാതരാതെ 2 മണിക്കൂർ വർത്തമാനം പറഞ്ഞാൽ നമുക്കൊരു വായിക്കൊരു കുഴപ്പമില്ല, ഒരു രസവുമില്ല. പക്ഷെ സ്തോത്രം പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് തന്നെ പിശാചിന്റെ വലിയ തന്ത്രം മനസ്സിലാക്കി കൂടെ. നമുക്ക് കൃപ വർദ്ധിക്കണമെങ്കിൽ ആമേൻ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം പറയണം. ഓക്കെ, ഞാൻ മടങ്ങി വരിക. 119 സങ്കീർത്തനം 165 വാക്യം വായിച്ചേ. പെട്ടെന്ന് വായിച്ചാൽ. കണ്ടോ, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അടുത്തത്, സമാധാനം നിലനിർത്താൻ എന്ത് ചെയ്യണം? അവർ വീഴൂലെന്ന്. എങ്ങനെ? ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക്, ഈ വചനത്തോട് പ്രിയമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് മഹാസമാധാനം. വേറെ സമാധാനമല്ല. നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന എപ്പോഴെങ്കിലും തോന്നിയാൽ നിങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ലേഖനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അധ്യായത്തിൽ നിങ്ങൾ വായിക്കണം. നിങ്ങൾ മനസ്സിരുത്തി വായിച്ചു നോക്കിയോ? ആ ഒരു അധ്യായം വായിച്ചു തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും. അതിൽ ഒരു തർക്കമില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിന് അത്രയ്ക്ക് ശക്തിയാ. ഞാൻ അങ്ങനെയല്ലേ ഈ പ്രാക്ടീസ് ചെയ്യുന്നേ? അല്ലല്ലോ ഇവിടെ പ്രസവമില്ലാത്തതുകൊണ്ടാണോ? പ്രസവത്തിന്റെ കൊടുമ്പിരിയാണ്. പക്ഷേ എങ്കിലും സമാധാനം നഷ്ടപ്പെട്ടു പോകാത്ത കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുള്ളത് കൊണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം കൂടുതലായിട്ട് വായിച്ചു നോക്കിയേ, ധ്യാനിച്ചു നോക്കിയേ, ഹൃദയത്തിൽ പകർത്തി നോക്കിയേ, സ്വീകരിച്ചു നോക്കിയേ. നിങ്ങളുടെ സമാധാനം എടുത്തു കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ആമേ. ഒരു ഭാഗം കൂടി വായിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് വിടാം. യെശയ്യാ പ്രവചനം തന്നെ 48 അധ്യായം അതിന്റെ 18 വാക്യം ഒന്ന് വായിച്ചേ. 22 നമ്മൾ വായിച്ചു, ഇനി 18 വാക്യം. യെശയ്യാവ് 48 അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി. കണ്ടോ, അവിടെ സമാധാനം നദി പോലെ ആകുമെന്ന്. നദിയിൽ വെള്ളം കോരി പറ്റിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇതേപോലെ തീരാത്ത ഒരു സമാധാനം. ആമേൻ.
അതെങ്ങനെയാണ്? നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെയാകുമായിരുന്നു. അപ്പൊ നദി പോലെ സമാധാനം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ കേട്ടനുസരിക്കണം. അമ്മേ, മക്കള് 3 പേര് ഇന്നലെ ദൈവത്തിന്റെ യേശുവിന്റെ കൽപ്പനയാണ് എന്ത് ചെയ്തനുസരിച്ച്. അനേകം കൽപ്പനകളുണ്ട്, അതിലൊരു കൽപ്പനയാണ് ഇന്നലെ നമ്മൾ എന്ത് ചെയ്തേ? കേട്ടനുസരിച്ച്. അതിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആമേൻ, നിശ്ചയമാണത്. ആമേൻ. അതുകൊണ്ട് ഇനിയും അനേക കൽപ്പനകളുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ പ്രാവർത്തികമാക്കണം. ആമേൻ. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? നമ്മുടെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളോടെ ചാട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മെ ധരിപ്പിച്ചു കൊടുത്താട്ടെ. വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഷാജി പ്രാർത്ഥിച്ചാട്ടെ.